മുനമ്പം വഖഫ് ഭൂമിയാണെന്ന അവകാശവാദം വീണ്ടും തള്ളി കോഴിക്കോട് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ്. വിൽപ്പന നടത്തിയത് ദാനമായി ലഭിച്ച ഭൂമിയാണെന്നും മാനേജ്മെന്റ് വഖഫ് ട്രിബ്യൂണലിൽ വ്യക്തമാക്കി. അതേസമയം വാദം തള്ളി ഭൂമിയുടെ മുൻ ഉടമയായ സിദ്ദിഖ് സേഠിന്റെ കുടുംബവും വഖഫ് സംരക്ഷണ സമിതിയും കേസ് അടുത്ത മാസം 6-ന് പരിഗണിക്കും. 1950-ൽ ദാനമായി കിട്ടിയ ഭൂമിയാണ് മുനമ്പത്തേത് എന്നാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ട്രൈബ്യൂണലിൽ നിലപാട് ആവർത്തിച്ചത്. ഈ ഭൂമിയാണ് 2019-ൽ വിൽപ്പന നടത്തിയത്. വഖഫ് ബോർഡ് ഭൂമി ഏറ്റെടുത്തത് ഏകപക്ഷീയമാണെന്നും തങ്ങളുടെ നിലപാട് കേട്ടില്ലെന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കി. ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വ്യക്തമാക്കി വഖഫ് രജിസ്റ്ററിൽ ചേർത്തിരുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ തീരുമാനങ്ങളെ ചോദ്യം ചെയ്താണ് മാനേജ്മെന്റ് ട്രൈബ്യൂണലിൽ അപ്പീൽ സമർപ്പിച്ചത്. എന്നാൽ വഖഫ് ഭൂമിയാണെന്നും ഇതിന്റെ രേഖകൾ ഹാജരാക്കുമെന്നുമാണ് വഖഫ് സംരക്ഷണ സമിതിയുടെ നിലപാട്. കാരണം ഇത് 100% വഖഫാണെന്നുള്ള എല്ലാവർക്കും ബോധ്യമായതാണ്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഇതിന് ബോധ്യമാവാത്തത് ഫറൂഖ് കോളേജിന് മാത്രമാണ്. ഫറൂഖ് കോളേജിന് എന്തുകൊണ്ടാണ് ഇത് ബോധ്യമാകാത്തതെന്ന് പറഞ്ഞാൽ ഫറൂഖ് കോളേജിനെ തിരിച്ചു പിടിക്കുന്നതിൽ എന്തൊക്കെയോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. സാങ്കേതിക പ്രശ്നമല്ല വലുത്, വഖഫിന്റെ നെയ്യത്താണ് വലുത്, വഖഫാണ് വലുത്. വഖഫ് ആവശ്യത്തിനായാണ് ഭൂമി കോളേജ് മാനേജ്മെന്റിന് നൽകിയത് എന്നാണ് സിദ്ദിഖ് സേഠിന്റെ കുടുംബം പറയുന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം 6-ാം തീയതിക്ക് ശേഷമാണ് പ്രസന്റ് ചെയ്യാം. അപ്പൊ ഇന്ന് എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങളോട് കൂടുതൽ പറയാൻ സാധിക്കാത്തത്. നമ്മൾ അതിൽ നിലവിൽ കക്ഷിയായിട്ട് 2 കേസുകളാണുള്ളത്. OA 38/23, 7/23. അതിൽ 38-നകത്തേക്ക് നമ്മൾ കക്ഷി ചേരുന്നതിന് വേണ്ടിയാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എത്തിയിട്ടില്ല, ബെഞ്ചിലെത്താത്തത് കൊണ്ട്. വഖഫാണെന്നുള്ള വാദമാണ്. ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിനൊപ്പം കേസിൽ കക്ഷി ചേർന്ന സിദ്ദിഖ് സേഠിന്റെ കുടുംബം, വഖഫ് സംരക്ഷണ സമിതി എന്നിവരുടെ വാദം കൂടി കേട്ട ശേഷമാകും വഖഫ് ട്രൈബ്യൂണൽ തീരുമാനമെടുക്കുക. ജനം, കോഴിക്കോട്.